കന്നിരാശിക്കാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ ഉണ്ടാകുന്നത്. കാരണം 11ാം ഭാവത്തിൽ വ്യാഴം, അത് ജ്യോതിഷപ്രകാരം വളരെ ശ്രേഷ്ഠമാണെന്ന് കരുതുന്നു. ഇപ്പം കന്നിരാശിയിലുള്ള നക്ഷത്രക്കാരായിട്ടുള്ള ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്കായിരിക്കും ഇത്തവണത്തെ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുകൂലാവസ്ഥ ഉണ്ടാവുക. അതായത് ധനാഗമ മാർഗം, ഏറ്റവും കൂടുതൽ ധനസമ്പാദനം, അവനവൻ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ധനം സമ്പാദിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിയും. നമ്മൾ ശ്രദ്ധയോടെ നമ്മളുടെ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ നമ്മൾ തന്നെ നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള തീരുമാനപ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ ധനസമ്പാദനത്തിന് സാധ്യമാവും. അതുപോലെ തന്നെ കുടുംബസ്വത്ത്, നമുക്ക് കുടുംബസ്വത്ത് ഏതെങ്കിലും തരത്തിൽ ലഭിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീർഘകാലങ്ങളായിട്ട് ആരെങ്കിലും അതിനെ തടസ്സപ്പെടുത്തിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് കുടുംബസ്വത്ത് വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ലെങ്കിൽ ആ കുടുംബസ്വത്ത് തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്ക് ലഭ്യമാവും. പിന്നെ ബന്ധുബലം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ബന്ധുക്കളുടെ സഹായം ആവശ്യം വരും. ഇപ്പോൾ നമ്മൾ ദൂരദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനായിട്ട് ചിലപ്പം ബന്ധുക്കൾ വേണം. അങ്ങനെയുള്ള ബന്ധുബലം നന്നായിട്ട് നമുക്കുണ്ടാവും. ഒരാശ്വാസമായിട്ട് കടമൊക്കെ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. ഉപരിപഠനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെ നമ്മുടെ മക്കളെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ചെയ്യിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ കന്നിരാശിയിൽപ്പെടുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും കൂടുതൽ അനുകൂലാവസ്ഥയിലായിട്ട് വരും. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരാത്മവിശ്വാസം ഉണ്ടാവുക. നിങ്ങൾ ജ്യോതിഷം ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ജ്യോതിഷം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതിനകത്ത് വിശ്വാസമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യുക. അതല്ല എങ്കിൽ നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ മാക്സിമം ശ്രദ്ധ ചെലുത്തി നമ്മൾ മറ്റുള്ളവരുടെ നമ്മളെ മനസ്സിന് വിഷമിപ്പിക്കുന്ന തീരുമാനങ്ങളിലോട്ടൊന്നും കേൾക്കാതെ നമ്മൾ ധൈര്യപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷക്കാലം എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും.